ഹായ്, നമ്മളിന്ന് നോക്കാൻ പോണത് ഓട്ടോഡെസ്ക് സ്കെച്ച് ബുക്കിൻ്റെ കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെയാണ്. ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ ആവശ്യമായ കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് ഡ്രോയിങ് ആപ്പാണ്. ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആപ്പാണ് ഓട്ടോഡെസ്ക് സ്കെച്ച് ബുക്ക് പറഞ്ഞാൽ ഡ്രോയിങ് ആപ്പ് എന്നാണ്. ഇതിപ്പോൾ ചെയ്യണത് സ്കിൻ കളർ ആഡ് ചെയ്യുക, സ്കിന്ന് സ്മൂത്ത് ആക്കുക, ലിപ്സ്റ്റിക്കൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ഹൈലൈറ്റ്സ് ഒക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ലൈറ്റിംഗ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ബ്രൈറ്റ്നെസ് ആഡ് ചെയ്യുക, അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കാം. ഇതിൽ ഫസ്റ്റ് കാണുന്നത് നമുക്ക് എടുത്തു നോക്കാം. അതിൽ നമുക്ക് ന്യൂ സ്കെച്ച്, അതുപോലെ ഗാലറി, ഷെയർ, പ്രിഫറൻസ്, ഈ 4 ഓപ്ഷൻസാണുള്ളത്. ഇതിൽ ന്യൂ സ്കെച്ച് പറഞ്ഞാൽ നമുക്ക് ഡ്രോയിങ്ങിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ, അത് നമുക്ക് ഇതിൽ ആവശ്യമില്ല. നമുക്ക് ഡ്രോയിങ്ങിൻ്റെ ഇതിലാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പോൾ ഡ്രോയിങ് വീഡിയോയിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യണ ഒരു വീഡിയോയിൽ ചെയ്യണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഗാലറി എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത വർക്ക് സേവ് ചെയ്യാനുള്ളതാണ്. ചെയ്ത വർക്ക് അതുപോലെ നമുക്ക് സേവ് ആക്കിയിട്ട് നമുക്ക് പിന്നെ എപ്പോഴും വന്നിട്ട് അതിൽ എടുത്തിട്ട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അതിനാണ് സേവ് കറണ്ട് സ്കെച്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ സേവ് ആയിട്ടിരിക്കുക ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ അതങ്ങനെ. പിന്നെ വരുന്നത് ഷെയറാണ്. ഷെയർ പറഞ്ഞാൽ സേവ് ടു ഡിവൈസ്, നമ്മൾ ചെയ്ത ഫോട്ടോ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോണിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ അടിയിൽ അതേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷെയറിങ് ഓപ്ഷനാണ്. നമുക്ക് ഇതിന്ന് നേരെ ലൈറ്റ് റൂമിലേക്ക് കൊണ്ടുപോകാം, അതുപോലെ തന്നെ സ്റ്റോറി ഇടാം, വാട്സപ്പിൽ കൊണ്ടുപോകാം. അങ്ങനെയാണ് ഷെയറിങ് ഓപ്ഷനാണ് അത്. അപ്പോൾ അതിൽ അത്രയേ ഉള്ളൂ. പിന്നെ പ്രിഫറൻസ് പറഞ്ഞാൽ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ, ആപ്പിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ്. ടൂൾസുകളും കാര്യങ്ങളും അതൊക്കെ മാറ്റിയിടാൻ വേണ്ടി, അത് നമുക്ക് വലിയ കാര്യമില്ല. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് വരുന്നത് സെലക്ഷൻ കുറച്ച് ടൂളുകളുണ്ട്. അത് നമുക്ക് മെയിനായിട്ട് ഫില്ലും കാര്യങ്ങളൊക്കെ ഡ്രോയിങ് ആണ്. ഇത് ഡ്രോയിങ് ആപ്പായി കാരണം ഡ്രോയിങ്ങിന് ബേസ് ആയിട്ടുള്ള കുറേ ടൂളുകളാണ് ഇതിലുണ്ട്. അതൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ല. അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ട് ഇതിലൊന്നും അങ്ങനെ ആവശ്യം വരാറില്ല. പിന്നെ ഇമ്പോർട്ട് ഇമേജ് ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊരു ഇമേജ് കൊണ്ടുവരണമെങ്കിൽ നേരെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗാലറിക്ക് പോകും. പിന്നെ അതിൻ്റെ അടിയിൽ പറഞ്ഞാൽ ടൈം ലാപ്സ് ഉണ്ട്. ടൈം ലാപ്സ് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യണ ഫോട്ടോയുടെ മേലെ എന്തൊക്കെ എഫക്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ ടൈം ലാപ്സ് പോലെ ഒരു സ്പീഡ് വീഡിയോ പോലെ നമുക്കത് ആക്കിയിട്ട് തരും. ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവും. അത് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് മുന്നേ ജസ്റ്റ് ഓണാക്കിയിട്ടാൽ മതി. അപ്പോൾ അതിൽ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അടുത്ത് വരുന്നത് ലൈബ്രറി, അത് ബ്രഷും കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. കുറേ ബ്രഷുകളുണ്ട്. അത് കാരണം ഡ്രോയിങ്ങിൻ്റെ കാരണം കുറേ സ്റ്റൈൽ ബ്രഷുകളുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ ലെഗസി എന്ന് പറഞ്ഞ കുറച്ച് സെറ്റ് ഉണ്ട്. ആ സെറ്റിൽ എയർ ബ്രഷാണ് നമ്മൾ സ്കിൻ കളർ ആഡ് ചെയ്യാൻ, അതുപോലെ തന്നെ ഷർട്ടിൻ്റെ കളർ മാറ്റാൻ, ലൈറ്റ് ബ്രൈറ്റ്നെസ് ആഡ് ചെയ്യാൻ, അതിനൊക്കെ മെയിനായിട്ട് ഈ ബ്രഷാണ് യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും ടോപ്പിലായിട്ട് ലൈബ്രറിയുടെ തൊട്ടപ്പുറത്തായിട്ട് സെറ്റിങ്സ് പറഞ്ഞ സംഭവമുണ്ട്. സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്രഷിൻ്റെ സൈസും ഫ്ലോവും ഒക്കെ കുറയ്ക്കാനുള്ളൊരു ഇതാണ്. അങ്ങനെ ഏറ്റവും അടിയിൽ വന്നു കഴിഞ്ഞാൽ സ്മഡ്ജ് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിലാണ് നമ്മൾ സ്കിൻ സ്മൂത്തിങ്ങിൻ്റെ ബ്രഷുകളൊക്കെ ഇതാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ബ്രഷാണ് സ്കിൻ സ്മൂത്ത് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യണത്. സ്മഡ്ജ് റൗണ്ട് ബ്രിസ്റ്റൽ ബ്രഷ് അങ്ങനെ തോന്നുന്നു. അപ്പോൾ ഈ ബ്രഷാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ സെറ്റിങ്സ് കിട്ടും. ഇതിൻ്റെ അഡ്വാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഡ്രോയിങ്ങിൻ്റെ ബേസാണ്, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ തന്നെ സെറ്റിങ്സിൽ പോയാൽ അതിൻ്റെ സൈസ്, പിന്നെ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യാൻ, സ്ട്രെങ്ത്ത്, ഫ്ലോ പറഞ്ഞാൽ നമ്മൾ സ്കിന്ന് സ്മൂത്ത് ചെയ്യുമ്പോൾ ഫ്ലോവിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അത് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യാം, സ്കിൻ സ്മൂത്തിങ്ങിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം. ഇതിപ്പോൾ ജസ്റ്റ് പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ് ചെയ്യണത്. അപ്പോൾ ഇത് കളർ ആഡ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യണം ബ്രഷ്. അങ്ങനെ ഇതിൽ വേറെ ഇഷ്ടംപോലെ ബ്രഷുകളൊക്കെ ഉണ്ട്. നമുക്കത് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇത്ര ബ്രഷുകൾ മാത്രം യൂസ് ചെയ്യാറുള്ളൂ മാത്രം. പിന്നെ അതിന് തൊട്ടപ്പുറത്ത് കാണുന്നത് കളർ പാലറ്റാണ്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ സെറ്റ് ചെയ്യുക. പിന്നെ അതിൽ അടിയിൽ HSL പാഡ് ഉണ്ട്. പിന്നെ ഏറ്റവും ടോപ്പിലായിട്ട് കോപ്പിക്ക് വേണ്ട സംഭവമുണ്ട്. കോപ്പിക്കിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കളർ റെഡ് എടുത്തിട്ടുണ്ടെങ്കിൽ റെഡിൻ്റെ മാച്ചിങ് ആണ് കളർ എന്ന് വെച്ചാൽ ലൈറ്റ് കളർ മുതൽ ഡാർക്ക് കളർ വരെ നമുക്ക് ഷെയ്ഡൊക്കെ കൊടുക്കാൻ വേണ്ടി ഭയങ്കര ഉപകാരപ്പെടുന്ന ഒരു ഇതാണ്. അതിൽ ഓരോ നെയിം കൊടുത്തിട്ടുണ്ട്. R വെച്ചിട്ട് R30, R1, R11, R21 ഒക്കെ ഓരോ നെയിം കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്കിൻ കളർ ആഡ് ചെയ്യുന്നത് റെഡിൽ ഏതൊക്കെയാണ് ജസ്റ്റ് കാണിച്ചു തരാം, ഞാൻ മാർക്ക് ചെയ്ത് തരാം.
R2 യൂസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ R21 R20. പിന്നെ ലിപ്സ്റ്റിക്ക് ആഡ് ചെയ്യണത് ഏറ്റവും അടിയിലായിട്ട് ഈ രണ്ട് കളർ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. ഏകദേശം രണ്ട് സെയിം തന്നെയാണ്. R46ഉം R36ഉം R37ഉം ഈ രണ്ട് കളറാണ് ലിപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ലിപ്സ്റ്റിക്ക് ആഡ് ചെയ്യാൻ വേണ്ടി. പിന്നെ അതിൻ്റെ മേലെ പിന്നെ ഓറഞ്ചിൽ വന്നാലും കുറച്ച് സ്കിൻ കളറുകളുണ്ട്. അത് YR2 ഇത് അതുപോലെ തന്നെ YR1 കളറ് കുറച്ച് കളറുകൾ അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് വരുന്നത് ലെയറാണ്. സെക്കൻഡ് ലാസ്റ്റായിട്ട് വരുന്ന ലെയറാണ്. ലെയറിൻ്റെ കാര്യങ്ങളും സെറ്റിങ്സൊക്കെ നമ്മളിപ്പോൾ ഇതിലേറ്റവും അടിയിൽ ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് കാണിക്കുന്നത് അത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനൊക്കെയാണ്. അത് നമുക്ക് ഡ്രോയിങ്ങിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി അതിലില്ല, അതിൻ്റെ ആവശ്യമില്ല. അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിൻ്റെ മേലെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഏറ്റവും മേലെയായിട്ടാണ് നമ്മൾ കൊണ്ടുവന്ന ഫോട്ടോയുടെ ലെയർ എടുക്കുന്നുണ്ടാവുക. നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ ഒരു ഫോട്ടോ നമ്മൾ കൊണ്ടുവന്ന ഫോട്ടോയുടെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ ബാക്കി ലെയേഴ്സ് ഇട്ടിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അഥവാ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഫോട്ടോ ഡിലീറ്റ് ആക്കിയിട്ട് അടിയിൽ നിന്ന് ഒരു കോപ്പിയും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് വീണ്ടും ഗാലറിയിൽ പോയിട്ട് ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിലേക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഫോട്ടോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വയ്ക്കുക അതിൽ തന്നെ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മേലെ കാണുന്ന പ്ലസ് ഐക്കണുള്ളൂ. ഇതിൻ്റെ മേലെ കാണുന്ന പ്ലസ് ഐക്കൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ ലെയർ ക്രിയേറ്റ് ആവും. അതിൻ്റെ മേലെ നമ്മൾ ഏത് ലെയറിൻ്റെ മേലെയാണ് സെലക്ഷൻ വന്ന് കിടക്കുന്നത് അതിൻ്റെ മേലെയായിട്ട് ഒരു ലെയർ ക്രിയേറ്റ് ആവും. അപ്പോൾ ക്രിയേറ്റ് ചെയ്ത ലെയറിൻ്റെ മേലെ ഒന്നുകൂടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വരും. അതിൽ ഒപ്പാസിറ്റി കുറയ്ക്കാൻ, ലെയറിൻ്റെ ഒപ്പാസിറ്റി ഇങ്ങനെ കുറയ്ക്കാൻ കണ്ടില്ലേ, ഒപ്പാസിറ്റി കുറയ്ക്കാൻ. അതുപോലെ അടിയിൽ ബ്ലെൻഡിങ് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ബ്ലെൻഡിങ് ഓപ്ഷൻസ് ആണ് മെയിനായിട്ട് നമുക്ക് ഇതിൽ വേണ്ടത്. ഫോട്ടോ ഗ്രേഡിങ് ഇതിൽ ഫോട്ടോ ചെയ്യാൻ ബ്ലെൻഡിങ് ഓപ്ഷൻസ് മസ്റ്റാണ്. അതുള്ള കാരണമാണ് ഞാൻ ഇതിൽ ചെയ്യാൻ തുടങ്ങിയത് തന്നെ. ഇതിൽ നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് മൾട്ടിപ്ലൈ, ലിപ്പിൻ്റെ ഇതിന് മൾട്ടിപ്ലൈ യൂസ് ചെയ്യും. അതുപോലെ തന്നെ സോഫ്റ്റ് ലൈറ്റ്, ഹാർഡ് ലൈറ്റ്, ഓവർലൈ, ഈ മൂന്നെണ്ണം നമുക്ക് സ്കിൻ കളറിനും അതുപോലെ തന്നെ ബാക്കി ഹൈലൈറ്റ്സ് ആഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ മൂന്നെണ്ണമാണ് യൂസ് ചെയ്യാറുള്ളത്. അങ്ങനെ പിന്നെ വരുന്നത് അത് ക്ലിക്ക് ചെയ്യുക. പിന്നെ കോപ്പി, കട്ട്, പേസ്റ്റ് അതൊക്കെ നമുക്ക് ഡ്രോയിങ്ങിന് ബേസ് ആയിട്ടുള്ള വരുന്നത്, അത് നമുക്ക് ആവശ്യമില്ല. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ഫോട്ടോ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനുള്ളത് അടുത്ത് കഴിഞ്ഞാൽ ഫോട്ടോയുടെ ഡ്യൂപ്ലിക്കേറ്റ് വരും അങ്ങനെ. പിന്നെ ക്ലിയർ പറഞ്ഞാൽ നമ്മൾ ലെയറിൽ ചെയ്ത വർക്കുകളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, ഒക്കെ ഡിലീറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ മെർജ് പറഞ്ഞാൽ നമ്മൾ അടിയിലത്തെ ലെയറായിട്ട് മെർജ് ചെയ്യാനുള്ളത്. മേലത്തെ ലെയറും അടിയിലത്തെ ലെയറും കൂടിയിട്ട് ഒരൊറ്റ ലെയറാക്കാളാണ് മെർജ് ലെയർ പറഞ്ഞാൽ. പിന്നെ മെർജ് ഓൾ പറഞ്ഞാൽ സെയിം തന്നെ, രണ്ട് സെയിം തന്നെ. വെച്ചാൽ മെർജ് ഓൾ അടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ലെയറും കൂടിയിട്ട് ഒരുമിച്ച് മെർജ് ആവും, ഒരേ ലെയറാവും. പിന്നെ നമുക്ക് അതിലൊന്നും സെറ്റിങ്സ് ഒന്നും മാറ്റാനൊന്നും പറ്റില്ല. ഡിലീറ്റ് പറഞ്ഞാൽ ആ ലെയർ ഡിലീറ്റ് ആക്കാനുള്ള ഓപ്ഷൻ. പിന്നെ ലോക്ക് ലെയർ പറഞ്ഞാൽ നമുക്ക് ലെയർ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അൺലോക്ക് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരിക ചെയ്യാം. പിന്നെ അൺലോക്ക് ചെയ്തേക്കാം. പിന്നെ HSL അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞാൽ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഒരു ലെയറിൽ ഒന്ന് ബ്രഷ് ചെയ്തു, അതിൽ കളർ ബ്രഷ് ചെയ്തിട്ട് HSL എടുക്കുക. അതിൽ നമുക്ക് അതിൻ്റെ ഹ്യൂ ഒക്കെ മാറ്റാൻ പറ്റും, കളർ മാറ്റാൻ. പിന്നെ അടുത്ത സാച്ചുറേഷൻ കുറയ്ക്കാം, സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ ഏറ്റവും അടിയിൽ ലൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാം, ബ്ലാക്ക് ആക്കാം, വൈറ്റ് ആക്കാം. അത് ഞാൻ വരും വീഡിയോയിൽ ചെയ്യാം. വീഡിയോയിൽ നമുക്ക് സ്കിൻ കളറൊക്കെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ആവശ്യമുണ്ട്. പിന്നെ ലെയേഴ്സിൽ അത്രയൊക്കെ പറയുള്ളൂ. പിന്നെ വരുന്നത് അടുത്ത ലാസ്റ്റ് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ സ്ക്രീൻ ആക്കാം. അപ്പോൾ ആ ടൂൾസുകളൊക്കെ പോവും, അതിനുള്ളൊരു ഓപ്ഷനാണ്. അത് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. നമുക്ക് ഏറ്റവും അടിയിലൊരു പോയിൻ്റ് കാണാനുണ്ട്. ആ പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്രഷ്, അതുപോലെ കളറ് മാറ്റാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഇതിൽ വരും. ഇറേസർ, പിന്നെ ഏറ്റവും അടിയിൽ റൈറ്റും ലെഫ്റ്റായിട്ട് കാണുന്നത് അണ്ടും റീവണ്ടും ചെയ്യാനുള്ള ടൂളാണ്. നമുക്കിപ്പോൾ ബ്രഷിൻ്റെ മേലെ ഒന്ന് ടാബ് ചെയ്തിട്ട് റൈറ്റും ലെഫ്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റിക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് ചെറുതാവും. ലെഫ്റ്റിക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ചെറുതാവും, റൈറ്റിക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ വലുതാവും. അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ
അതിൻ്റെ അത് ബ്രഷിൻ്റെ അവിടെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് അടിയിക്കും മേലേക്കും വലിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലോ മേലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഫ്ലോ കൂടും, അടിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഫ്ലോ കുറയും. നമുക്ക് ഇതിൽ തന്നെ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ പിന്നെ ഏറ്റവും കളർ പിക്ക് ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് അയക്ക് തന്നെ പോവാം, കളർ പാലറ്റിലേക്ക് പോകാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് കളർ പിക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്ക് ഇവിടെ ഫോട്ടോയിൽ ഏതെങ്കിലും കളർ പിക്ക് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. ഈ കാണുന്നത് ഐ ഡ്രോപ്പർ എന്ന് പറയും. പിന്നെ അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് റേസർ ടൂളാണ്, നമുക്ക് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് ഞാൻ ഇപ്പോൾ ചെയ്ത വർക്കാണ്, ജസ്റ്റ് ചെയ്ത വർക്കാണ്. ഞാൻ കാണിച്ചു തരാം. ലെയറൊക്കെ സ്കിൻ കവർ ആഡ് ചെയ്തു, ലിപ്പ് ആഡ് ചെയ്തു, സാരിയുടെ മേലെ ഹൈലൈറ്റ്സ് ആഡ് ചെയ്തു, പിന്നെ ഓർണമെൻറ്റ്സും അതുപോലെ തലേന്നത്തെ പൂവ് അതിന് ഹൈലൈറ്റ്സ് ആഡ് ചെയ്തു. പിന്നെ ഇരിക്കണ സ്ഥലത്തിൻ്റെ ആ ഒരു തിണ്ടുണ്ടല്ലോ അതിനൊന്ന് ലൈറ്റ് കുറച്ച് കൊടുത്തു. പിന്നെ ഈ ലാസ്റ്റത്തെ ഇത് എന്നാൽ കവിളത്ത് ഒരു ഇത് കൊടുക്കണം, ലൈറ്റ്നിങ് കൊടുക്കുന്നതാണ്. അതിന് ഹൈലൈറ്റ്സ് തന്നെ പറയാം. വെളിച്ചം കൂടുതലടിക്കണ ഭാഗമുണ്ടല്ലോ കവിളത്ത്, അവിടെ കുറച്ചൊന്ന് ലൈറ്റ് കൂട്ടി കൊടുക്കുക. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ വേറെ ചെയ്യാം, സെപ്പറേറ്റ് ചെയ്യാം ഞാൻ ഈ ഫോട്ടോ ചെയ്യണത്. അപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ജസ്റ്റ് ചെയ്ത് വെച്ചത് അതിൻ്റെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടമായി വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക.